കൊടകര ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായരുടെയും P ജയചന്ദ്രന്റെയും അനുസ്മരണം സംഘടിപ്പിച്ചു. പെൻഷൻ ഭവൻ ഹാളിൽ നടത്തിയ പരിപാടി സർവീസ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹനൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് TS സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കഥാകൃത്ത് AK ശിവദാസൻ MT അനുസ്മരണ പ്രഭാഷണവും ഗായകൻ രാജൻ നെല്ലായി P ജയചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണവും നടത്തി. T ബാലകൃഷ്ണ മേനോൻ, KK സോജ, KO പോറിഞ്ചു, KV രാമകൃഷ്ണൻ, K സുകുമാരൻ, ഫ്രാങ്കോ G മഞ്ഞളി, PV ശാരംഗതൻ, TR അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. MTയുടെ കൃതികളെ ആസ്പദമാക്കി നടത്തിയ പ്രബന്ധ മത്സരത്തിൽ വിജയികൾക്കും P ജയചന്ദ്രൻ പാടിയ ഗാനങ്ങളുടെ ആലാപന മത്സരത്തിൽ വിജയികൾക്കുമുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടത്തി. പാട്ടുകളെ കുറിച്ച് നമ്മൾ അനുസ്മരിക്കണമെങ്കിൽ പാട്ടുപാടുകൾ തന്നെയാണ്. ഒരു പാട്ടുകാരനെ കിട്ടാവുന്ന ഏറ്റവും നല്ല അനുസ്മരണം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗാനങ്ങളെ ആലപിക്കുകയാണ്. പക്ഷെ ഒരു വ്യക്തിയുടെ ജീവിതം പൂർണ്ണമാകുന്നത് അദ്ദേഹത്തിന്റെ ജീവിതവുമായി കൂട്ടിക്കെട്ടുമ്പോൾ, അല്ലെങ്കിൽ അവർ വന്നപ്പോൾ ഞാനങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു സന്തോഷം ഉണ്ടായത് ഇവിടെയുള്ള ഏതാണ്ട് ഒട്ടുമിക്ക പേരും കുറച്ച് പരിചരണം ഒഴിച്ച് ഏതാണ്ട് ഒട്ടുമിക്ക പേരും എനിക്ക് പരിചയമുള്ളവരാണ്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളവരാണ്. വിവിധ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോഴും ഇടപെടുന്നവരാണ്. എൻ്റെ കൂടെ ജോലി ചെയ്ത റിട്ടയർ ചെയ്ത ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ആലങ്കോട് വിലാസാണെന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് എടുത്തൊന്നുമില്ല. ജീവിതത്തിൽ ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ അടർത്തി മാറ്റി വയ്ക്കുക. ജീവിതത്തിൽ നിന്ന് ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ അടർത്തി മാറ്റി വയ്ക്കുക. ചിലപ്പോൾ ചെറിയ പേര് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് നമുക്ക് അന്യമല്ലാതെ പോകും. MTയെ നോക്കുമ്പോ നമുക്ക് അന്യല്ല, നമ്മളെ കാണാൻ നമ്മൾ കണ്ട് പരിചയിച്ച മനുഷ്യർ, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ, ഇവരെയൊക്കെ നമുക്ക് MTയെ ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കാം. MTയെ പ്രതിഷ്ഠ ഒരു തരത്തില്ലാതെ വെച്ചിരിക്കുക, കൃത്രിമത്വമില്ലാത്ത എഴുത്താണ്. അപ്പുണ്ണിയോട് അമ്മ പറയാ, നമുക്ക് നോക്കൂ, ഒരു കാലഘട്ടത്തിന്റെ എനിക്ക് കേട്ടിട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് ഞാൻ എന്റെ കാര്യത്തിലേക്ക് കടന്ന് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ ലൈബ്രറിയെ കുറിച്ചുള്ള 2 വാക്ക് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ലൈബ്രറിയെ കുറിച്ചും ഈ കൊടകരയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും 2 വാക്ക് ഉയർന്ന നേതാവുന്നതിലേക്ക് അത് പറഞ്ഞാൽ, അതായത് ലൈബ്രറി അതിവിടെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനു മുമ്പായിട്ട് ഇവിടെ ഇതിന് സ്വന്തമായിട്ട് ഒരു കെട്ടിടം നിർമ്മിക്കണമെന്ന് തീരുമാനിക്കുക. അതിന്റെ തീരുമാനത്തില് കേവലം ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ഡേറ്റിനുള്ളിൽ തന്നെ അത് പൂർത്തീകരിക്കും എന്ന് തീരുമാനിക്കുക. അത് പൂർത്തീകരിക്കുക. അതിലൂടെ നമ്മൾ ഈ മനോഹരമായിട്ടുള്ള സൗധം ഇവിടെ ഉണ്ടാക്കുന്നു. അതിലൂടെ നമ്മുടെ ബാങ്ക് ഇങ്ങോട്ട് മാറുന്നു, നമ്മുടെ ഓഫീസ് ഇവിടെ ആകുന്നു. അതോടൊപ്പം തന്നെ ഒരു ലൈബ്രറി, ഇന്ന് ഞാൻ ലൈബ്രറിയെ കുറിച്ച് പറയുമ്പോൾ അത് 2 വാക്ക് പറയാം. ഈ ഞാൻ പറഞ്ഞ 19ാം നൂറ്റാണ്ടുകളിലൊക്കെ ഈ പുസ്തകങ്ങളൊന്നും വാങ്ങി വായിക്കാമെന്ന് ആലോചിക്കില്ല. പക്ഷെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മുടെ ഗ്രാമീണ ലൈബ്രറികളിൽ പോയി പുസ്തകങ്ങൾ വാങ്ങി വായിച്ചു. ഇന്നിപ്പോ അതെല്ലാം പോയി ഒക്കെ ഡിജിറ്റലൈസ് ചെയ്തിട്ട് നമ്മൾ മൊബൈലിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമായി മാറി നമ്മൾ. അത് സത്യമാണ്. പക്ഷെ അത്തരം ലൈബ്രറികളുടെ സ്വാധീനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ കലാ സാംസ്കാരിക രംഗത്തുണ്ടായിരുന്ന അത്തരം ആ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ആ കാലഘട്ടത്തിൽ കഴിഞ്ഞെങ്കിൽ നമ്മൾ ഇന്നും അതിനെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ് വളരെ ശ്രമകരമായിട്ട് ഇവിടെയുള്ള പ്രവർത്തകർ നേതൃത്വം വഹിച്ചുകൊണ്ട് ഇവിടെ അന്ന് ഞാൻ ഇത്തരത്തിലുള്ള ലൈബ്രറി സെറ്റപ്പ് ചെയ്തു. ആ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളിൽ ബുക്കുകൾ കൂടുതൽ സമാഹരിച്ചു അംഗങ്ങളെ ചേർത്ത് ലൈബ്രറി കൗൺസിലുമായിട്ട് അതിന്റെ രജിസ്ട്രേഷനുള്ള നടപടികൾ പൂർത്തിയാക്കി നല്ല രീതിയിൽ ആ ലൈബ്രറി വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷപ്രദമായ കാര്യമാണ്. ഇപ്പോഴും ഇവിടെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇതിലേക്ക് ഇത്രയും 2000-ൽ പരം അംഗങ്ങളുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാത്തൊരു സ്ഥിതിയുണ്ട്. അത് മാറ്റിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കണം. അതാണ് ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഈ ലൈബ്രറി തന്നെ ഇപ്പൊ എല്ലാ മാസങ്ങളിലും ഓരോ പരിപാടികൾ നടത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തില് ഈ ജില്ലയിൽ തന്നെ ഞാൻ പറയുന്നത് നമ്മുടെ 22 ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ പോലും ഈ 22 ബ്ലോക്കുകളിലും വൈവിധ്യങ്ങളായിട്ടുള്ള പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് കേട്ടിട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് ഞാൻ എന്റെ കാര്യത്തിലേക്ക് കടന്ന് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ ലൈബ്രറിയെ കുറിച്ചുള്ള 2 വാക്ക് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ലൈബ്രറിയെ കുറിച്ചും ഈ കൊടകരയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും 2 വാക്ക് ഉയർന്ന
നേതാവുന്നതിലേക്ക് അത് പറഞ്ഞ അതായത് ലൈബ്രറി അതിവിടെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനു മുമ്പായിട്ട് ഇവിടെ ഇതിന് സ്വന്തമായിട്ട് ഒരു കെട്ടിടം നിർമ്മിക്കണമെന്ന് തീരുമാനിക്കുക. അതിന്റെ തീരുമാനത്തില് കേവലം ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ഡേറ്റിനുള്ളിൽ തന്നെ അത് പൂർത്തീകരിക്കും എന്ന് തീരുമാനിക്കുക, അത് പൂർത്തീകരിക്കുക. അതിലൂടെ നമ്മൾ ഈ മനോഹരമായിട്ടുള്ള സൗധം ഇവിടെ ഉണ്ടാക്കുന്നു. അതിലൂടെ നമ്മുടെ ബാങ്ക് ഇങ്ങോട്ട് മാറുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ആ കലാ സാംസ്കാരിക രംഗത്തുണ്ടായിരുന്ന അത്തരം ആ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ആ കാലഘട്ടത്തിൽ കഴിഞ്ഞെങ്കിൽ നമ്മൾ ഇന്നും അതിനെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ് വളരെ ശ്രമകരമായിട്ട് ഇവിടെയുള്ള പ്രവർത്തകർ നേതൃത്വം വഹിച്ചുകൊണ്ട് ഇവിടെ അന്ന് ഞാൻ ഇത്തരത്തിലുള്ള ലൈബ്രറി സെറ്റപ്പ് ചെയ്തു. ആ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളിൽ ബുക്കുകൾ കൂടുതൽ സമാഹരിച്ചു അംഗങ്ങളെ ചേർത്ത് ലൈബ്രറി കൗൺസിലുമായിട്ട് അതിന്റെ രജിസ്ട്രേഷനുള്ള നടപടികൾ പൂർത്തിയാക്കി നല്ല രീതിയിൽ ആ ലൈബ്രറി വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷപ്രദമായ കാര്യമാണ്. ഇപ്പോഴും ഇവിടെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇതിലേക്ക് ഇവിടെ 2000 അംഗങ്ങളുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാത്തൊരു സ്ഥിതിയുണ്ട്. അത് മാറ്റിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കണം. അതാണ് ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഈ ലൈബ്രറി തന്നെ ഇപ്പൊ എല്ലായ്പ്പോഴും എല്ലാ മാസങ്ങളിലും ഓരോ പരിപാടികൾ നടത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തില് ഈ ജില്ലയിൽ തന്നെ ഞാൻ പറയുന്നത് നമ്മുടെ 22 ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ പോലും ഈ 22 ബ്ലോക്കുകളിൽ വൈവിധ്യങ്ങളായിട്ടുള്ള പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് അത് വളരെ ആകർഷകമായിട്ട് പൊതുജനങ്ങളുടെ കൂടെ ശ്രദ്ധ ആകർഷിക്കത്തക്ക രീതിയിൽ നമ്മൾ